الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. ما من بيت أو مسجد أو مكان يقرأ فيه مولد النبي صلى الله عليه وسلم إلا حفت عليهم الملائكة. واعلموا أمة سيدنا محمد حب النبي وآله خير الأمل وعسى الإله به يبلغه الأمل. واعلموا أمة سيدنا محمد صلى الله عليه وسلم. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് മദനി ഉസ്താദ് അവറുകൾ, എൻ്റെ മുൻപിലിരിക്കുന്ന കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ തിരുമുറ്റത്ത് നമ്മെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദ്ഹും അവിടത്തെയുടെ ഉപ്പാപ്പയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളുമൊക്കെ ആയിട്ട് ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ പ്രിയപ്പെട്ട പൂക്കോയ തങ്ങളോടൊപ്പം അവിടത്തെയുടെ ഉപ്പാപ്പയുടെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ ആലപ്പുഴ പട്ടണത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പുരാതനമായ ഒരുപാട് പള്ളികൾ നിലകൊള്ളുന്ന ഒരു പട്ടണമാണ് നമ്മുടെ ഈ പട്ടണം. അതിലെ ഓരോ പള്ളികളെയും നാം പരിശോധിച്ചാൽ ആ പള്ളികളുടെ ഒക്കെയും പശ്ചാത്തലം, അതിന്റെ പണി കഴിപ്പിച്ചതിന്റെ പശ്ചാത്തലം, അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവർ, അതിന് കാരണമായവർ ഒക്കെയും ആ പള്ളികളിൽ മറവിട്ട് കിടക്കുന്ന സയ്യിദ് പൂക്കോയ തങ്ങൾ അൽ ജിഫരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്
മഹാനവറുകളെ പോലെയുള്ള, മസ്താനുപാപ്പയെ പോലെയുള്ള, മക്ടിഷ തങ്ങളെ പോലെയുള്ള നിരവധി മഹാന്മാരാണ് അവരുടെയൊക്കെയും ആ മസ്ജിദുകൾ നിർമ്മിക്കാൻ കാരണമായി മാറിയിട്ടുള്ളത്. ഈ നാടിന്റെ ദീനീ രംഗം ചുക്കാൻ പിടിച്ച നിരവധി മഹാന്മാർ ഈ പട്ടണത്തിന്റെ നിഖില മേഖലകളിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അള്ളാഹു അവരുടെയൊക്കെയും ദറജയെ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എങ്കിലും ഇത്രമാത്രം മഖാമുകൾ ആലപ്പുഴ പട്ടണത്തെ ധന്യമാക്കിയിട്ടുണ്ട് എങ്കിലും ആലപ്പുഴക്കാർക്ക് മഖാമ് എന്ന് പറഞ്ഞാൽ അത് സയ്യിദ് പൂക്കോയത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അഹ്മദ് മഹ്ദലിയിൽ മക്കി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഈ പുരാതനമായ പള്ളിയും ഈ മഖാമുമാണ് എന്നത് നമ്മെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു ഈ പ്രതാപം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. അതല്ലാഹു ഏറ്റി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്തരത്തിലുള്ള വലിയ വലിയ മുൻഗാമികളായ മഹാരഥന്മാരെ പഠിക്കലും അവരെ കുറിച്ച് പറയലും അവരെ ഓർമ്മകൾ പുതുക്കലുമെല്ലാം വലിയ ഇബാദത്തുകളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സാലിഹീന കഫാറ ഔ കമാ ഖാല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാരഥന്മാരെ അനുസ്മരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച ജലലുകൾ, നമ്മിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾ നമുക്ക് പുറത്തു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 60 വർഷക്കാലം മുമ്പ് ജീവിച്ചിരുന്ന പൂക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളെ കുറിച്ച് ആലപ്പുഴയിലെ പഴയ ആളുകളോട് ചോദിച്ചാൽ അവർക്കൊക്കെയും പറയാനുള്ളത് അവിടുന്ന് വലിയ സ്നേഹത്തിന്റെ ഉടമയായിരുന്നു, അവിടുന്ന് വലിയ ധർമ്മിഷ്ഠനായിരുന്നു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുട്ടികളോടുണ്ടായിരുന്ന സ്നേഹം പോലെ ബഹുമാനപ്പെട്ടവർക്കും വലിയ സ്നേഹമായിരുന്നു ചെറിയ മക്കളോട്. വൈകുന്നേര കാലങ്ങളിൽ ആലപ്പുഴ പട്ടണത്തിലെ കുഞ്ഞുമക്കൾ സയ്യിദ് പൂക്കോയ തങ്ങളുടെ കയ്യിൽ നിന്ന് മുട്ടായി വാങ്ങുവാൻ വേണ്ടിയിട്ട് ഈ മഖാം പള്ളിയുടെ പരിസരത്ത് ചുറ്റി നടക്കുന്നത് അക്കാലഘട്ടത്തിൽ കണ്ണ് കുളിർമയാകുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു എന്ന് മുൻഗാമികൾ പറഞ്ഞ് നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത്താണിയില്ലാതെ വിഷമിച്ചു വന്ന നിരവധി ആളുകൾക്ക് വീട് വെക്കാൻ സ്ഥലവും അതിനുവേണ്ട പണവും നൽകിയിട്ടുണ്ട് പൂക്കോയത്തങ്ങളെന്ന് ആലപ്പുഴക്കാർ നിറകണ്ണുകളോടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജൂദിൽ നിന്ന്, അവിടത്തെയുടെ കറമിൽ നിന്ന്, അവിടത്തെയുടെ ധർമ്മത്തിൽ നിന്ന് ആ സ്വഭാവം കണ്ടുപഠിച്ച പൊന്നോമന പുത്രനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ ജിഫ്രി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ മദദ് നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഈ മാസം മൗലിദുകൾ കൊണ്ട് ധന്യമാകുന്ന, ലോകത്ത് എവിടെ ചെന്നാലും ആർക്കും വിശക്കാൻ അവസരം കൊടുക്കാത്ത രൂപത്തിൽ
മൗലിദുകളും അതിന്റെ വജീനങ്ങളും കൊണ്ട് നാട് ധന്യമായ, എല്ലാ നാടുകളും ധന്യമാകുന്ന അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ മാസമാണ് ഈ മാസം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് മൗലിദ് എന്ന് ഫത്വ തേടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മൗലിദ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് അല്പം പാരായണം ചെയ്യുകയും അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന രാജാവിന്റെ മേൽ അല്പം മദ്ഹ് പറയുകയും അതിന്റെ ശേഷം അവിടെ കൂടിയവർക്കൊക്കെയും നല്ല ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക, ഇതിനെ സംബന്ധിച്ചാണ് മൗലിദ് കഴിക്കൽ എന്ന് പറയുന്നത് എന്ന് ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിലിൽ ഫതാവയിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇവയൊക്കെയും ബിദ്അത്താണ്, ശിർക്കാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉള്ള ഈ കാലഘട്ടത്തിൽ എങ്കിലും അതൊന്നും മുഖവിലക്ക് പോലും എടുക്കാതെ ഓരോ വർഷം തോറും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന വേദികൾ, അവിടത്തെയുടെ മജ്ലിസിൽ, അവിടത്തെയുടെ മദ്ഹിന്റെ മജ്ലിസുകൾ ലോകത്ത് വല്ലാതെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു അവിടത്തെയുടെ അത്തൻവീർ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നതായി കാണാം. അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടത്തെയുടെ ഖാദിമായി ഇങ്ങനെ നടക്കുകയാണ്. പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവുമായി മുത്തുനബി നടന്നു പോകുന്നത് ആമിറുൽ അൻസാരി എന്ന സ്വഹാബി വര്യന്റെ വീട്ടിലേക്കാണ്. എന്താണ് അവിടെ പരിപാടി? രാത്രി സമയത്ത് ആമിറുൽ അൻസാരിയുടെ വീട്ടിൽ ഇതുപോലെ വലിയ ഒരു സമൂഹം ഒത്തുകൂടിയിരിക്കുകയാണ്. അവരിൽ പലരും സ്വഹാബാക്കളാണ്. അവരിൽ കുഞ്ഞുമക്കളുണ്ട്, അവരിൽ സ്ത്രീകളുണ്ട്, അവരിൽ പല ആളുകളും ഉണ്ട്. അത്തരത്തിലൊരു സദസ്സിലേക്ക് ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അബൂദർദാ റളിയല്ലാഹു അൻഹുവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരികയാണ്. അവിടെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ ബദരീങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പാടുന്നുണ്ട്. മുത്തുനബി വരുന്നുണ്ട് എന്ന ഇൻഫർമേഷൻ സ്റ്റേജിലേക്ക് കിട്ടിയപ്പോൾ ഒരു പറ്റം കുട്ടികൾ പാടുവാൻ തുടങ്ങി. ഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, ആ നബിക്ക് നാളെ നടക്കാൻ പോകുന്ന സംഗതികൾ, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി വഹയി വരുന്ന നബിയാണ് എന്നിങ്ങനെ കുഞ്ഞുങ്ങൾ പാടുവാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: റബീഉൽ അവ്വൽ 12 രാത്രിയിൽ നടന്ന സംഭവ വികാസങ്ങൾ അവയൊക്കെയും വിശദീകരിച്ചു കൊടുത്തിട്ട് ബഹുമാന്യനായ സ്വഹാബി ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദൽ യൗം ഹാദൽ യൗം ഹാദൽ യൗം, ഈ രാത്രിയിലാണ് പുന്നാരപ്പൂ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്ന് ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളോട്, സ്വഹാബിയത്തുകളോട് പാടു പറയുകയാണ്.
ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുകയാണ്, മൗലിദിന്റെ മജ്ലിസിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ ചില തൽപര കക്ഷികൾക്ക് ഇത് ബോധിക്കുകയില്ല. അവർക്ക് ബോധിക്കണമെങ്കിൽ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് വേണം ഹദീസ്. 7000 ചില്വാനം ഹദീസുകളെ അവരുടെ ദീനിൽ ആവശ്യമുള്ളൂ. മറ്റുള്ള പരന്നു കിടക്കുന്ന ഗ്രന്ഥങ്ങളിൽ താബിഉകൾ അഇമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ച ലക്ഷോപലക്ഷം ഹദീസുകൾ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതാ സ്വഹാബാക്കളുടെ കാതിലൂടെ അവരുടെ നാവിലൂടെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകൾ അവർക്ക് മൗദൂആയ ഹദീസാണ്. അവക്കൊന്നും അവരൊരു വിലയും കൊടുക്കുന്നില്ല. ഇത്രയും മരിച്ചു കുറുക്കിയിട്ട് നിങ്ങൾ വേറൊരു മതം സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കുന്നത് ഈ ലോകത്ത് വിലപ്പോവുകയില്ല. സ്വഹാബാക്കൾ അങ്ങനെ മൗലിദ് നടത്തിയവരാണ്. ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാമും മൗലിദ് നടത്തുന്നവരാകണം. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ബുശ്റാ ആജിലാ ഫീ തിൽകസ്സനാ. ഒരാളൊരു റബീഉൽ അവ്വൽ വന്നിട്ട് അയാളെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മൗലിദ് കഴിച്ചാൽ അയാൾക്ക് ആ വർഷം നല്ല സന്തോഷങ്ങൾ വന്നു ചേരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ ജീവിച്ച വലിയൊരു മുഹദ്ദിസായ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അവരുടെ പേര് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി എന്നാണ്. അവരുടെ വാപ്പയുടെ പേര് അബ്ദുൽ അസീസ് ദഹ്ലവി എന്നാണ്. ഈ അബ്ദുൽ അസീസ് ദഹ്ലവി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ എല്ലാ വർഷവും മുടങ്ങാതെ മൗലിദ് നടത്തുന്നവരാണ്. എല്ലാ വർഷവും അവർ മൗലിദ് നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മദ്ഹ് ചൊല്ലിയിട്ട് അതാ അവിടെ കൂടിയവർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് നല്ല വിപുലമായിട്ട് മൗലിദ് നടത്തുന്ന മഹാനായിരുന്നു. അങ്ങനെ വർഷം തോറും അതിങ്ങനെ നടത്തി വരുന്നു. ഒരു കൊല്ലം ബഹുമാനപ്പെട്ടവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ബാധിച്ചിട്ട് അവിടത്തെ കരങ്ങളിൽ പണം തികയാതെ വന്ന പേരിൽ മൗലിദ് വലിയ രൂപത്തിൽ നടത്തുവാൻ സാധിക്കുന്നില്ല. എല്ലാ വർഷവും ചിലവാക്കുന്ന അത്ര പണം ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ചിലവാക്കുവാൻ കഴിയുന്നില്ല എന്നു മാത്രമല്ല, അവിടുന്ന് വല്ലാതെ ദാരിദ്ര്യം കൊണ്ടുപോവുകയാണ്. റബീഉൽ അവ്വൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആശിഖീങ്ങളുടെ മനതലങ്ങളിൽ വലിയ വേദനയാണ്. എന്റെ ഇരിപ്പിടങ്ങളിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഞാൻ താമസിക്കുന്ന വീടുകളിൽ, ഞാൻ പോകുന്ന ഇടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് അവർക്ക് ഇങ്ങനെ കേൾക്കണം. അങ്ങനെ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി തങ്ങളുടെ ഉപ്പക്ക് വലിയ മോഹമാണ്. പക്ഷേ കയ്യിൽ പണമില്ല. അതാരക്കെട്ട് തപ്പി നോക്കുന്നു, അല്പം ചില്ലറ കിട്ടുന്നു. അത് അവിടെയും എവിടെയും ഒക്കെ തിരഞ്ഞിട്ട് ഉള്ള ചില്ലറകൾ നുള്ളിപ്പറക്കുന്നു. അങ്ങാടിയിലേക്ക് പോകുന്നു. അതാ അവിടെ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലും സാധനമുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോ ആ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ഒരു കടലപ്പൊടി അരച്ചുകൊണ്ടുള്ളതായ ഒരു വിഭവമുണ്ട്. അതുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഹദിയ ചെയ്യാം. എന്നെ കൊണ്ടിപ്പോ അതല്ലേ സാധിക്കുകയുള്ളൂ. സാധിക്കുന്നതിന്റെ പരമാവധി മുത്തുനബിക്ക് ഞാൻ ചെയ്യണമല്ലോ.
ദഹ്ലവി അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങുന്നു, അല്പം കടല വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. സുബ്ഹാനല്ലാഹ്, അതങ്ങ് പൊടിച്ച് നല്ല വിഭവമുണ്ടാക്കിയിട്ട് വീട്ടിൽ അല്പം ചിലരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് അതാ നല്ല മൗലിദ് കഴിക്കുകയാണ്. എന്നിട്ട് ആ ഭക്ഷണം ചീരണിയായി നൽകുന്നു. രാത്രിയായപ്പോൾ മൗലിദ് നടന്ന വീട്ടിൽ വിശ്രമിക്കുന്ന അബ്ദുൽ അസീസ് ദഹ്ലവി റളിയല്ലാഹു അൻഹുവിന് വലിയൊരു സമ്മാനവുമായി മദീനയിലെ രാജാവ് കിനാവിൽ വരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ കിനാവിൽ വന്നിട്ട് അവിടത്തെയോട് പറയുകയാണ്, അവിടെ ഇങ്ങനെ ദർശിക്കുന്നു, മുത്തുനബിയതാ ഇങ്ങനെ ചെമ്രം വടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ മുന്നിൽ അതാ ഒരു പാത്രമുണ്ട്, ഒരു തളികയുണ്ട്. ആ തളികയിൽ അല്പം കടലയുണ്ട്. ആ കടല ഇങ്ങനെ നോക്കിയിട്ട് തിരുനബി പറയുകയാണ്, അബ്ദുൽ അസീസ് എനിക്ക് വേണ്ടി നൽകിയ ഹദിയയാണ്. ഇത് കണ്ട് മുത്തുനബി എന്നെ സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചൊല്ലുന്ന ഓരോ മൗലായയും നാം നല്ല ആത്മാർത്ഥതയിലാകണം. നാം മുത്തുനബിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നിഷ്കളങ്കമായി നാം ചെയ്യണം. അതെല്ലാം മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. അതെല്ലാം അവിടുന്ന് വലിയ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അബൂ മൂസ സർഹൂനി എന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. എന്താ പേര്? അബൂ മൂസ സർഹൂനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സുബുലുൽ ഹുദാ വർ-റശാദ് എന്ന വലിയൊരു സീറയുടെ ഗ്രന്ഥമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചർവിത ചർവണം നടത്തുന്ന നല്ല ഒരു കിതാബാണ് സുബുലുൽ ഹുദാ വർ-റശാദ്. ഇമാം യൂസുഫ് ശാമി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. അതിൽ പറയുന്നു, അബൂ മൂസ സർഹൂനി എന്നൊരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുന്നത് അത് മുത്തുനബി തന്നെയാണ്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന അശ്ശൈത്താന ലാ യതമസ്സലു ഫീ സൂറതി أو كما قال محمد رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ കിനാവ് കണ്ടാൽ അത് വേറെ ആരെങ്കിലും ആണോ, എനിക്ക് തോന്നിയതാണോ എന്ന് സംശയിക്കേണ്ടതില്ല. അങ്ങനെ ഒരു സംശയം കണ്ട ഒരാൾക്ക് ഉണ്ടാവുകയില്ല. മുത്തുനബിയെ കണ്ടാൽ അത് ഉറപ്പാണ്, അത് മുത്തുനബി തന്നെയാണ്. മുത്തുനബിയെ കാണാൻ ഒരുപാട് ആളുകൾക്ക് തൗഫീഖ് ലഭിച്ചവരുണ്ട്. ഒരു ഗ്രന്ഥമുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേരെന്നറിയുമോ? റഅയ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. ആ കിതാബിൽ 1000 ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കിനാവിൽ കണ്ടു എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അങ്ങനെ 100 പേരെ കണ്ട കഥ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. 1000 പേരെ കണ്ടത് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്.
100,000 കിതാബുകളിൽ അഇമ്മത്തുകളിൽ എത്രയോ ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മനസ്സിലാക്കിയിട്ട് അവിടത്തെ വർണ്ണിച്ച എത്ര സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട അബൂ മൂസ സർഹൂനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. അപ്പൊ കിനാവിൽ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ അവിടുന്ന് ചോദിക്കുകയാണ്, മാതായ ഖൂലുൽ ഉലമാഉ ഫീ അമലിൽ വലാഇമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തെ പേരിൽ ഒരുപാട് ആളുകൾ അതാ മൗലിദ് നടത്തുന്നുണ്ടല്ലോ, അതാ അവിടത്തെ പേരിൽ ചീരണികൾ നൽകുന്നുണ്ടല്ലോ. എന്താണ് നബിയേ മാ യഖൂലുൽ ഫുഖഹാഉ ഫീ അമലിൽ വലാഇമി ഫിൽ മൗലിദി ശരീഫ്. മൗലിദ് നടത്തിയിട്ട് അവർക്ക് ഭക്ഷണം നൽകുന്നതിനെ സംബന്ധിച്ച് അവിടത്തേക്ക് പറയാൻ എന്താണുള്ളത്? ഫുഖഹാഉകൾ എന്താണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മൂസ സർഹൂനിയോട് പറയുകയാണ്, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി. ആരെങ്കിലും നമ്മെ കൊണ്ട് സന്തോഷിച്ചാൽ നാം അവരെ കൊണ്ട് സന്തോഷിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ മേൽ നമ്മുടെ വീടുകളിൽ മൗലിദ് നടത്തണം. അത് നമ്മെ കൊണ്ട് കഴിയുന്ന വിധേന നടത്തണം. അത് നല്ല പന്തലൊക്കെ ഇട്ട് കല്യാണ വീടുകൾ പോലെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നടത്തുന്നവരുണ്ട്. അതിന് ശേഷിയില്ലാത്തവർ അതാ പള്ളിയിൽ നിന്ന് മൗലിദ് ചൊല്ലാൻ അറിയുന്ന ഒരു ഉസ്താദിനെ വിളിച്ചു വരുത്തിയിട്ട് മക്കൾക്കെല്ലാം നല്ല തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീട്ടിൽ നല്ല ചന്ദനത്തിരികളൊക്കെ കത്തിച്ചു വെച്ചിട്ട് മൗലിദിന്റെ ഏടെടുത്ത് നല്ല വൃത്തിയുള്ളൊരു തലയിണയുടെ മുകളിൽ വെച്ചിട്ട് എല്ലാവരും അത് പാലിച്ച് നിലത്തിരുന്നുകൊണ്ട് മുത്തുനബിയുടെ പേരിൽ മൗലിദ് ചൊല്ലുന്ന നല്ല നല്ല വീടുകളുണ്ട്. നാമും അതുപോലെ മൗലിദുകൾ നടത്തണം. മുത്തുനബിയുടെ മേലെന്നിട്ട് കുറച്ചു പേർക്കെങ്കിൽ കുറച്ചു പേർക്ക് നാം ഭക്ഷണം നൽകണം. അതിൽ വലിയ ബറക്കത്തുണ്ട്. അത് കാരണത്താൽ ആ വർഷം നമ്മുടെ വീട്ടിൽ വലിയ ബറക്കത്ത് വന്നു കയറും. അത് കാരണത്താൽ നമ്മുടെ വീട്ടിലെ മുസീബത്തുകളൊക്കെ നീങ്ങിപ്പോകും. നമ്മുടെ മൗലിദുകൾക്കൊക്കെയും വലിയ പിൻബലങ്ങൾ ഉള്ളതാണ്. നമ്മുടെ മൗലിദിനൊക്കെയും വലിയ പ്രമാണങ്ങളുള്ളതാണ്. നമ്മുടെ മൗലിദിനൊക്കെ വലിയ പശ്ചാത്തലങ്ങളുള്ളതാണ്. മങ്കൂസ് മൗലിദ് രചിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാ? നാട്ടിൽ വലിയ ബലാല് വന്നിറങ്ങിയപ്പോൾ നാട്ടിൽ വീടുകളിൽ അതാ ആളുകൾ മരിച്ചു കിടന്നിട്ട് അവർക്ക് അടക്കം ചെയ്യുവാൻ പോലും ആളില്ലാത്ത രൂപത്തില് ജനങ്ങൾ മരണപ്പെട്ടു തുടങ്ങിയപ്പോൾ അതാ മാറാവ്യാധികൾ നാട്ടിൽ പരന്നു തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീർ അൽ മഅ്ബരി റളിയല്ലാഹു അൻഹു പൊന്നാനിയിലെ തങ്ങൾ ഉപ്പാപ്പ അവിടുന്ന് രചിച്ച മൗലിദല്ലേ മഖ്ദൂസ് മൗലിദ്. അത് നാട് മുഴുവൻ ഓതിയപ്പോൾ നാട്ടിൽ നിന്ന് ആ സുഖം അല്ലാഹു ഉയർത്തിക്കളഞ്ഞു. കൊറോണ വന്നിട്ടത് മാറുവാൻ നാം ഒരുപാട് തവണ ഓതിയവരാണ്. അതിനു വേണ്ടിയിട്ട് വാക്സിൻ എടുത്തവരോ ഇപ്പോഴും പലരും ഹോസ്പിറ്റലുകളിലാണ്. അഷ്റഫുൽ ഖൽഖായ മുത്തുനബിയെ വിളിച്ച് ദുആ ചെയ്യണം. നാം നാട്ടിൽ വന്ന ബലാകൾ നീങ്ങുവാൻ മുത്തുനബി സഹായിക്കും. നമുക്ക് വന്നു ചേർന്ന ബുദ്ധിമുട്ടുകളൊക്കെയും നീങ്ങിപ്പോകുവാൻ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സാധിക്കും. അവിടുന്ന് സഹായിച്ചാൽ രോഗങ്ങളൊക്കെ മാറിപ്പോവുകയില്ലേ? വൈനു ഖതാദത്തിൻ ഫീഹാ ദലീലാ. തങ്ങളുടെ
തങ്ങളുടെ കണ്ണ് അമ്പിങ്ങനെ കൊണ്ടിട്ട് വലിച്ചൂരിയപ്പോൾ കണ്ണതാ ഇരുന്ന സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് നബിയേ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്ന വേവലാതി പറഞ്ഞപ്പോൾ അമൃതിനേക്കാൾ ശിഫയുള്ള അഷ്റഫുൽ ഖൽഖായ മുത്തനബിയുടെ ഉമിനീര് കലർത്തിയതായ കൈകൊണ്ട് അവിടത്തേക്ക് അങ്ങ് തടകി കൊടുത്തപ്പോൾ ഖത്താദത്ത് തങ്ങളുടെ കണ്ണ് പിന്നെ മരണം വരെ വേദന പോലുമില്ല. തൊട്ടിപ്പുറത്തെ കണ്ണിന്റെ കാഴ്ചക്ക് മങ്ങൽ വന്നപ്പോഴും ഖത്താദത്ത് തങ്ങളുടെ മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് തട്ടിയ കണ്ണിന് കേടില്ല. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. തിരുനബിയുടെ ഒരുപാട് മൗലിദുകൾ നടത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടത്തെയുടെ മദദ് ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ചെറിയൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മങ്കൂസ് മൗലിദിന്റെ അവസാനം നമുക്കൊക്കെയും സന്തോഷം തരുന്നൊരു ചരിത്രം പറയുന്നത് നിങ്ങൾക്കറിയാം. ഒരു മുസ്ലിമായ ഒരു മുഹിബ്ബായ ഒരു മനുഷ്യൻ റബീഉൽ അവ്വലിന്റെ 12ന്റെ രാത്രിയിൽ അതാ വലിയ വിപുലമായ മൗലിദുകൾ വെക്കും, സംഘടിപ്പിക്കും. അതാ അദ്ദേഹം ഒരു ദിവസം മൗലിദ് ഇങ്ങനെ സംഘടിപ്പിച്ചിട്ട് മൗലിദ് ചെല്ലുമ്പോൾ മൗലിദൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ മുറ്റത്ത് താമസിക്കുന്ന ജൂതനായ മനുഷ്യൻ വന്നിട്ട് ഇയാളോട് പറയുന്നു, എന്തേ അനക്കിന്നൊരു പിരാന്ത്, എന്തേ അനക്കിന്നു പറ്റിയത്? വർഷത്തിൽ ഇങ്ങനെ ഒരു ദിവസത്തിൽ നീ ഇങ്ങനെ ഒരു പിരാന്ത് കാണിക്കുന്നുണ്ടല്ലോ. കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കുറെ മൗലായ പാടുന്നുണ്ടല്ലോ. ഇങ്ങനെ ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇങ്ങനെ ചോദിച്ചു, വല്ലാതെ അയാളെ കളിയാക്കി വിഷമിപ്പിച്ചു. സങ്കടം നിറഞ്ഞ ഹൃദയവുമായി പാവപ്പെട്ടവൻ പോയി കിടക്കുന്നു. അതാ കിനാവിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരുടെ കിനാവിലാ വന്നത്? അതാ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ജൂതനായ മനുഷ്യന്റെ കിനാവിലാ വന്നത്. ആരാണത് പറഞ്ഞത്? ജൂതൻ രാവിലെ വാതിൽ മുട്ടുന്നു, തുറക്കുന്നു. ജൂതൻ വന്ന് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ അതാ മുസ്ലിമായിരിക്കുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അതാ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരു വലിയ സംഭവം കണ്ടുപോയി. റഅയ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാരിഹ. ഞാൻ ഇന്നലെ മുത്തു നബിയെ കണ്ടു. നല്ല സുഗന്ധമുള്ള നല്ല രസമുള്ള മുഖമായിട്ട്, നല്ല ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന മുഖമായിട്ട്, ശോഭയാർന്ന മുഖവുമായിട്ട് ഒരാൾ എന്റെ മുന്നിലൂടെ നടന്നു വരികയാണ്. ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചെന്നിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോൾ അതിന്റെ സന്തോഷത്തിലൊന്ന് സ്പർശിച്ചു നോക്കട്ടെ എന്നതിലേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ എന്നെ തൊടുകയോ അസാധ്യമല്ലേ, നീ എന്റെ ദീനിന്റെ വിരോധിയല്ലേ. ഉടനെ ഈ മനുഷ്യൻ ചോദിക്കുന്നു, മൻ അൻതല്ലദീ മന്നല്ലാഹു അലൈഹി. അല്ലാഹു ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന നീ ആരാണ്? നിങ്ങൾ ആരാണ്? ഇത്രയും വലിയൊരു വ്യക്തി പ്രഭാവം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ. അന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. എന്റെ പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ മനുഷ്യൻ സ്വപ്നത്തിൽ തന്നെ അതാ പറയുകയാണ്,
എന്നാ പിന്നെ ഞാൻ മുസ്ലിം ആവുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോ അതാ ഇയാളോട് ചോദിക്കുന്നു, ഇയാളതാ ചോദിക്കുന്നു മുത്തുനബിയോട്, ഈ കണ്ട കാഴ്ച അത് സത്യമാണോ എന്ന് എനിക്കറിയില്ലല്ലോ, അതിനെന്താണ് അടയാളം എന്നിങ്ങനെ ചോദിക്കുന്നു. കഥ പറഞ്ഞുകൊണ്ടിരിക്കേ അതാ പിന്നെയും ഒരു മുട്ട് വാതിലിൽ ഡും 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 ഡും. അതാ ഉടനെ വാതിൽ നിന്ന് തുറന്നു നോക്കുമ്പോൾ വാതിലിൽ രണ്ടാളുകൾ കൂടി നിൽക്കുന്നു. ആരാണ്? ഈ ജൂതനായ മനുഷ്യന്റെ മകളാണ്, മറ്റൊന്ന് ഈ മനുഷ്യന്റെ ഭാര്യയാണ്. അപ്പൊ എന്താ വിവരങ്ങളെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഞങ്ങളതാ കണ്ടിരിക്കുന്നു. നിങ്ങളോടൊരു ഖസ്ർ വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങളോടും 2 ഖസ്റുകൾ 2 കൊട്ടാരങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതാ രാത്രിയിൽ ഇവരും കിടന്നുറങ്ങുമ്പോൾ തിരുനബി വന്ന് ഇതേപോലെയുള്ള സംഭവം ഇവർക്കും നടന്നു. അതാ തിരുനബിയോട് അവർ ചോദിച്ചു, നബിയെ എന്താണ് ഇത്, ഞങ്ങൾക്ക് എങ്ങനെയായത് വിശ്വസിക്കുക? ഉടനെ മുത്തുനബി പറഞ്ഞു കൊടുത്തു, അന്തമൂത്ത ഖദാ, അതാ നീ നാളെ മരിച്ചു പോകും എന്നതാണ് അതിന്റെ അടയാളം. നിനക്ക് നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിനക്ക് ഞാൻ ഈ കാണിച്ചു തന്ന ഖസ്റില്ലേ, കൊട്ടാരമില്ലേ, അത് നിനക്ക് ലഭിക്കും. നീ കണ്ടത് മുത്തുനബിയെ തന്നെയാണ് എന്നതിനുള്ള തെളിവ് നീ നാളെ മരിച്ചു പോകലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം നിന്റെ മകൾ മരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം നിന്റെ ഭാര്യ മരിക്കും. ഇതാണ് അടയാളം എന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ചുരുക്കി പറയട്ടെ, മൗലിദിനെ ആക്ഷേപിച്ച് അത് കേട്ട് വേദനിച്ചുകൊണ്ട് അതാ ഹബീബായ നബിയുടെ ഒരു മുറിവ് ഉറങ്ങിയപ്പോൾ അയാൾക്ക് മറുപടിയായിട്ട് തിരുനബി അതാ അയൽവാസികളെ ഒന്നടങ്കം മുസ്ലിമാക്കിയെങ്കിൽ, ഇസ്ലാമിന്റെ പ്രഭയിലേക്ക് അവരെ പിടിച്ചു കൂട്ടിയെങ്കിൽ, ഫമൻ വന്നു ബില്ലദീ കാന ഉംറുഹു بأحمد مسرور ومات موحدا. ഇങ്ങനെ ജീവിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖായ മുത്തുനബിയുടെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടത്തെ കൊണ്ട് വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് മൗലിദിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്ന നമുക്കൊക്കെ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് സമ്മാനിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. അല്ലാഹു നമ്മയൊക്കെയും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെയും അല്ലാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ തിരുനബിയുടെ മഹ്ഫിൽ കൊണ്ട്, അവിടത്തെ ജാഹ് കൊണ്ട്, അവിടത്തെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെയും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.